ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ദിവസങ്ങളായി വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസ് എങ്ങനെ ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് അൺബോക്സിങ് പ്ലസ് നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂവും കൂടെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്ന് നമുക്ക് ഒരുമിച്ച് അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയൊക്കെ പോകാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാ ഈ മുതുക്ക് ചാക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത്. 2000-ലധികം രൂപയായി. പകുതി പൈസയും എൻ്റെ പോയി ആയിരിക്കട്ടെ. എന്നിരുന്നാലും പർപ്പിളിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്താലുള്ള ഗുണമെന്ന് തന്നെ നമുക്ക് വേഗം സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് അധികം വെയിറ്റ് ചെയ്തിരിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ഒരു 3-3.5 മണിക്കൂറിനുള്ളിൽ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. കൊച്ചി ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഈ മുതുക്ക് ചാക്കിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ ആർക്കാണെന്ന് ചോദിച്ചാൽ എൻ്റെ മാതാശ്രീക്കാണ്, അതായത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത് നിങ്ങളോർക്കും അമ്മയോട് എന്ത് സ്നേഹമുള്ള മകളാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല. ഞാനിങ്ങനെ ഓരോ പ്രൊഡക്ട്സ് കാണുമ്പം അമ്മ പറയും, ഓ എനിക്കും ഇതൊക്കെ മേടിച്ച് തരായിരുന്നു, എനിക്കും എന്നാൽ അതെനിക്ക് മേടിച്ചേക്ക്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, മേടിച്ചു കൊടുക്കാനായിട്ട് തോന്നും. അങ്ങനെ ഞാനും ഒരു ചാക്ക് സാധനങ്ങൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഇത് ബ്രാൻഡിൻ്റെ ആണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഓരോ പ്രൊഡക്ട്സായിട്ട് കാണാം. എനിക്ക് ഇച്ചിരി ആകാംക്ഷ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വേഗം തന്നെ പൊട്ടിച്ചായിരുന്നു കേട്ടോ. ബൈ ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ മുടിയിൽ ഞാനൊന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കളറെല്ലാം കൂടി ചെയ്തിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു കളറായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ല നൈസായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതും കൂടെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ നമുക്ക് നേരെ ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കണ്ടാലോ. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് ഇതെന്താണിത്? യെസ്, ദിസ് ഈസ് അക്വാലോജിക്കാൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് മോയ്സ്ചറൈസർ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, കണ്ട കിടച്ചാൽ ഈ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കേണ്ട. എൻ്റെ അമ്മ ഡൗവിൻ്റെ ക്രീമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനും പണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഭയങ്കര വൈകാസ്റ്റാണ്, മാത്രമല്ല അന്നൊക്കെ വളരെ ഭയങ്കര സാധനമായിരുന്നു. ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അതൊന്നും ഉപയോഗിക്കേണ്ട, നമുക്ക് വേറെ സാധനം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റാണ് ഇത്. അക്വാലോജിക്കാൻ്റെ വിറ്റാമിൻ സി, പപ്പായ അടങ്ങിയ വിറ്റാമിൻ സിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അടിപൊളി സാധനമാണ് ഇത്. അശ്വതി ഈ റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഞാൻ എൻ്റെ മദർശ്രീക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ അകം നല്ല ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, ഇതാ ഫുള്ളി പപ്പായ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ കൂടെ കേട്ടോ. നല്ലതാണ്. ഇതാണ്, നല്ല പാക്കിംഗ് ആണ്. നല്ലൊരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷൻ, കൊള്ളാം, അടിപൊളിയാണ്. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പൊക്കുക. ഇതിലൊരു ഗൈസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ടെക്സ്ചർ കണ്ടോ. ഒരു ജെല്ലി മോഡലാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചില്ല. അപ്പം അമ്മ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതാണ് മോയ്സ്ചറൈസർ. ഇനി മോയ്സ്ചറൈസർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, കുറച്ചിങ്ങോട്ട് വരിയെടുക്കും, എന്നിട്ട് ഇങ്ങനെ തേക്കും, എന്നിട്ട് ഇങ്ങനെ തേച്ച് വെക്കും. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് കയ്യിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് വേണം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ. കഴുത്തും മുഖത്തിലൊക്കെ അങ്ങനെ വേണം മോയ്സ്ചറൈസർ ഇടാൻ. അല്ലാതെ കുറേ വെളുത്ത് വാരി തേച്ചാൽ നമ്മുടെ മുഖത്ത് കുരുക്കളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് നോക്കാം. കോട്ടൺ ഡാംഡോക്കിൻ്റെ ഒരു നൈറ്റ് ക്രീമാണ്. ആക്ച്വലി ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് നൈറ്റ് ക്രീം. ഇത് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇത് അമ്മയ്ക്ക് കൊടുക്കണോ എനിക്ക് ഞാൻ തന്നെ കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഡിസിഷൻ പെൻഡിങ്ങിലാണ്. അപ്പം നമുക്ക് ഉപയോഗിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് എന്ന്. അപ്പം ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെങ്ങനെയാണ് സംഭവം, ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് ജെനുവിനായിട്ടുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് ദിസ് ഈസ് ലിപ്പ് ലൈനറാണ്. ഇതൊരു ലിപ്പ് ലൈനറാണ്. ഇത് മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ
എന്ന് പറയുന്ന ലിപ് ലൈനറാണ് കേട്ടോ. ഡീപ്പ് ഡോൺ എന്ന് പറഞ്ഞിട്ട് 02 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്ന ഒരു ലിപ് ലൈനറാണ്. എനിക്ക് ആക്ച്വലി ഒരു ലിപ് ലൈനർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതങ്ങനെ ഉപയോഗിക്കാറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് ഞാൻ വെറുതെ കളഞ്ഞു. അപ്പം ഇത് നല്ലതാണെന്ന് ഞാൻ കണ്ടു, അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ലിപ്സ്റ്റിക്കാണ്, മാസിൻ്റെ തന്നെ ഡ്രിപ്പ് എന്ന് പറയുന്ന ഡ്രിപ്പ് ലിപ് മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്ന മാസിൻ്റെ ലിപ്സ്റ്റിക്ക് ആൻഡ് ലിപ് ലൈനറാണ് കേട്ടോ ഇത് രണ്ടും. അപ്പം ഇത് രണ്ടും കൂടെ പെയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ദിസ് ഈസ് ദ ലിപ് ലൈനർ. കണ്ടില്ലേ, ഇതാണ് ലിപ് ലൈനർ. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇതുണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എഴുതി വരും. നല്ല രസമുണ്ട്, കണ്ടു, നല്ല കളറിൽ. ഇതാണ് ലിപ്പ്. ഇനി ലിപ്പ് ലൈനർ ഉപയോഗിച്ച് വലിയ പരിചയമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വരയ്ക്കുമ്പോൾ അത് മാറിപ്പോവോ തെറ്റിപ്പോകുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഇതേതായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിസ് ഈസ് ദ ലിപ്സ്റ്റിക്, ദറ്റ് ഈസ് ദ ലിപ് മിസ്റ്റ് ഡ്രിപ്പ് എന്നാണ് മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി പാക്കിംഗ് ആണ്. വാട്ട് എ റിച്ച് ലുക്ക് അല്ലേ, വാട്ട് എ റിച്ച് ലുക്ക്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഡ്രിപ്പ് എന്ന് പറയുന്നിട്ടൊരു ഷെയ്ഡാണ് ഇത്. ആക്ച്വലി നമ്മുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ചോദിച്ച് ലിങ്ക് അപ്പം തന്നെ ഞാൻ വാട്സപ്പിൽ ഇടിച്ച ഒരു സാധനമാണ് ഇത് രണ്ടും. ഇപ്പം നമുക്ക് നോക്കാം. അയ്യോ, നല്ല ചോക്ലേറ്റിൻ്റെ മണം. സോ ഇതാണ് ആക്ച്വലി ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്, ബട്ട് ഇറ്റ്സ് നൈസ്. എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഷെയ്ഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത് രണ്ടും കൂടെ പെയർ ചെയ്തിട്ട്, അതായത് നമ്മുടെ ലിപ് ലൈനർ പ്ലസ് ലിപ്സ്റ്റിക്, ഇതിൽ ഈ ഷെയ്ഡ് വരുന്നത് കൊക്കോ ഡ്രിപ്പ് 06 എന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ആ കുട്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് കൊണ്ട് ഓർഡർ ചെയ്തത്. ഇനി ഈ ഓൾമോസ്റ്റ് എല്ലാവരും ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ഒക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ സാധനങ്ങളൊന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കും കൊടുക്കരുത്. ഒന്നെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ചുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ചുണ്ടിൽ ചെറിയ ബ്ലാക്ക് കുത്തുകളുണ്ട്. അത് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, അതാണ് കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉള്ളതുകൊണ്ട് ചിലപ്പം ഇത് പടരാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് പൊതുവെ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. അത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ജാട കാണിക്കുന്നത് കൊണ്ടൊന്നുമല്ല, നമ്മളുടെ ബുദ്ധിമുട്ട് നമുക്കേ അറിയത്തുള്ളൂ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പകരോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ലിപ് ലൈനേഴ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മറ്റൊരാൾക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ആദ്യമൊക്കെ എല്ലാവരും വിചാരിക്കും, ഓ എന്ത് ചാടയാവുള്ള വലിയ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് ആർക്കും കൊടുക്കില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ടല്ല, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വന്നെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് വരാതിരിക്കാനായിട്ടാണ് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊന്ന് മൈൻഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ദിസ് വൺ ഈസ് ദ പ്രൊഡക്ട്സ്. എന്തിനാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രമിച്ചു വിടുക. അപ്പോൾ ഇത് രണ്ടും, അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, കുറേ കടുപിട സാധനങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് ബെല്ല വിറ്റാൻ്റെ സിഇഒ മെൻ എന്ന് പറയുന്നൊരു സ്പ്രേയാണ്, പെർഫ്യൂമാണ് കേട്ടോ. ബെല്ല വിറ്റാൻ്റെ ആണ് ഇത്. 100 ml ആണ് വരുന്നത്. ഇത് നൈസ് സ്പ്രേ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിതെൻ്റെ വീട്ടിലേക്ക് കൊടുക്കുകയാണ്. സിഇഒ മെൻ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മെന്നാണെങ്കിലും നമുക്ക് അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. നമ്മൾ ആരുടെ വേണ്ട സ്പ്രേ ഒക്കെ എടുത്തിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ മാതാശ്രീക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മാതാശ്രീക്ക് മാത്രമല്ല, പപ്പായ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇത് അവിടത്തേക്ക് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പം ദിസ് ഈസ് ബെല്ല വിറ്റാൻ്റെ സിഇഒ മെൻ. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, നെക്സ്റ്റ് വൺ ഈസ് സൺസ്ക്രീൻ. ദിസ് ഈസ് ഡേംഡോക്കിൻ്റെ സൺസ്ക്രീമാണ് കേട്ടോ. ഇത് 4% നിയാസിനമൈഡ് വിത്ത് SPF 50 PA+++ അടങ്ങിയിട്ടുള്ള ഈ ഡേംഡോക്കിൻ്റെ സൺസ്ക്രീനാണ്. ഇത് പർപ്പിളാണ്. അതായത് ഈ സൺസ്ക്രീനിൻ്റെ കളർ വന്നിട്ട് പർപ്പിളാണ്. നല്ലൊരു ഫിനിഷ് കിട്ടുന്നതാണ്. കാരണം നമ്മുടെ റൂമിൽ അശ്വതി ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ 2 വാങ്ങിച്ചു. ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം എൻ്റെ മാതാശ്രീക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പം ഇത്
നല്ല സൺസ്ക്രീമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അശ്വതി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കുറച്ചൊന്ന് ഞാനിങ്ങനെ ഉപയോഗിച്ച് നോക്കി, എനിക്ക് നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് എൻ്റെ മാതാശ്രീ ഇങ്ങനെ സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാത്ത ആളാണ് കേട്ടോ. എൻ്റെ മാതാശ്രീ ഇങ്ങനെ സൺസ്ക്രീനൊന്നും ഒന്നാമത്തെ കാര്യം അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല, അതിന് വലിയ താല്പര്യമൊന്നുമില്ല. ആകെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ക്രീം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു സൺസ്ക്രീൻ ഞാൻ മേടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ച സൺസ്ക്രീമാണ് കേട്ടോ ഇത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഇതൊരു അൾട്രാ വയലറ്റ് ആണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു സൺസ്ക്രീം. അപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാതിരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർ. നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. പാക്കിംഗ് ആണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു എന്താ പറയുക, നല്ലൊരു ലുക്കൊക്കെ ഉണ്ട് കാണാൻ. ഓക്കെ, അപ്പം നമുക്കിത് പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു പർപ്പിൾ കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ടല്ലോ അല്ലേ? സോ ഇതിങ്ങനെ വേഗം അബ്സർവ് ആയി പോകും, ഒരു പ്രശ്നവും ഇല്ല. വേഗം തന്നെ അബ്സർവ് ആയി പോയിട്ട് നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതുണ്ടല്ലേ, നല്ലൊരു ഫിനിഷിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഒരു മരുന്നിൻ്റെയൊക്കെ മണമാണ്, പക്ഷേ നല്ല സാധനമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാശ്രീക്ക് വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വാങ്ങിച്ച സൺസ്ക്രീനാണ്. അപ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കൊക്കെ സൺസ്ക്രീൻ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയോളൂ, നല്ലതാണ്. ഓക്കെ, സോ സൺസ്ക്രീന് ശേഷം അടുത്തത് എന്താണ്? യെസ്, ഇത് അക്വാലോജിക്കാൻ്റെ ഒരു റിഫ്രഷിങ്, അതായത് ഒരു ചെറി ബ്ലോസം ബോഡി മിസ്റ്റാണ്, പെർഫ്യൂം പ്ലസ് ബോഡി മിസ്റ്റാണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് അറിഞ്ഞുകൂടാ ഇത് നല്ലതാണോ അല്ലോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഇത് ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ചെറി ബ്ലോസം എന്നാണ് കേട്ടോ ഇതിൻ്റെ, ചെറി ബ്ലോസം ബ്ലൂം എന്നാണ് ഈ ഒരു അക്വാലോജിക്കായിട്ട് ഈ ഒരു ബോഡി മിസ്റ്റേപ്പിൻ്റെ പേര്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം. വാവ്, നൈസ് കുപ്പി. വാവ്, വാട്ട് റെഡിഷ് കുപ്പി. വളരെ നൈസായിട്ടൊരു കുപ്പിയുണ്ട്. കുപ്പിക്കകത്ത് നിറച്ച സാധനമുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഉള്ളിലടപ്പുണ്ട് അതൊരു സാധനം. കൊള്ളാം, നല്ല മണമുണ്ട്. വാവ്, കൊള്ളാം കേട്ടോ. നല്ല പെർഫ്യൂം, നല്ല മണം. ഇനി ഇത് എത്ര നേരം നിൽക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുകയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞാൻ മേടിച്ചതാണ് അത് ഒരെണ്ണം. ഇത് ഇനി എന്താ അടുത്തതെന്ന് നോക്കിയാലോ നമുക്ക്. യെസ്, അടുത്തതും അക്വാലോജിക്കാൻ്റെ തന്നെ സൺ കിസ്ഡ് വാനില എന്നൊരു ഫ്ലേവർ വരുന്നിട്ടുള്ളൊരു ബോഡി മിസ്റ്റാണ് ഇത്. സോ ഇത് രണ്ടും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുകയാണ്. ഒരു പാക്കിംഗ് ഉള്ള നല്ല രസമുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കിംഗ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. കുറേ ഇങ്ങനെ സ്റ്റിക്കർ ഇട്ടു. ഇതിങ്ങനെ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. നേരെ ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, നല്ല വാനിലയുടെ നല്ല സ്മെല്ലുണ്ട് ഗൈസ്. നല്ല സ്മെല്ലെന്ന് വെച്ചാൽ അടിപൊളി സ്മെല്ലുണ്ട്. ഇനി ഇത് എത്ര നേരം നിൽക്കാം, ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് മാതാശ്രീക്ക് കൊടുക്കണോ ഞാൻ തന്നെ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇത് ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, വീഡിയോ അല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ദിസ് വൺ ഈസ് ദ പ്ലം ബോഡി ലോഷൻ. ഈ പ്ലമ്മിൻ്റെ ബോഡി ലോഷൻ ഞാൻ എൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അമ്മ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, അപ്പോൾ ഒന്ന് എനിക്കും ഇത് മേടിച്ച് താ എന്ന് പറഞ്ഞ് മേടിച്ച പ്രോഡക്റ്റാണ് കേട്ടോ. ഇതാണ് പ്ലമ്മിൻ്റെ ബോഡി ലോഷൻ. ഇത് ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബോഡി ലോഷൻ കൊക്കോ ബട്ടർ അടങ്ങിയ വാനില കാരമല്ല ബോഡി ലോഷനാണ് പ്ലമ്മിൻ്റെ. ഇത് അടിപൊളിയാണ് ഗൈസ്. കാരണം സ്റ്റിൽ ഇപ്പോഴും ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത അടിപൊളി സാധനമാണ് കേട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാശ്രീക്കും വേണ്ടി ഇത് വാങ്ങിച്ചു. ഓക്കെ, അപ്പം ഒരുപാട് സാധനങ്ങളാണ്, നിങ്ങൾ കണ്ടില്ലേ? സോ ഗൈസ്,
ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ മാതാശ്രീക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് പകുതിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഈ സ്പ്രേ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ബോഡി മിസ്റ്റ് ഒന്നും. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ എൻ്റെ മാതാശ്രീക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് മേടിച്ചതാണ്. അപ്പം ഞാൻ വീട്ടിൽ പോകുന്ന ടൈമിൽ ഇതൊക്കെ പെറുക്കിക്കൊണ്ട് പോകും. അപ്പം എന്നാണ് കയ്യിൽ പൈസ തരുന്നപ്പം വല്ലാത്തൊരു സന്തോഷവും ആനന്ദവും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ആദ്യം നമുക്ക് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് അരയ്ക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ വരാതില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ശേഷം ഇങ്ങനെ അരയ്ക്കുക. ഇത് നല്ല സ്മൂത്തായിട്ട് വെക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണേ, ഇല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ഇതായിട്ടിരിക്കും. ഓക്കെ, ഞാൻ വരച്ചതിൻ്റെ കുറച്ച് അപാകതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്തൊന്ന് ശരിയാക്കി കൊടുക്കും. കണ്ടില്ലേ കളർന്നോ? അപ്പം നമ്മൾ ലിപ് ലൈനർ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്നതും അതിനും ഒരു ടെക്നോളജിയൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിച്ച് പഠിച്ചാണെങ്കിൽ. അത് നല്ല ഇങ്ങനെ അരച്ചെടുക്കുക. ഓക്കെ, വാവ്, ചോക്ലേറ്റ് തേക്കുന്ന പോലെ ഉണ്ട്. തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ തിന്നാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ വരയ്ക്കുക അല്ലേ? Yes guys, look this. Wow, സത്യമായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ചുണ്ടയിൽ ഇങ്ങനെ തേച്ച പോലെ ഉണ്ട്. ഒരു ഹൈഡ്രേഷനൊക്കെ ഉണ്ട്. ഒരു ലിപ് ഗ്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇതെന്ന് പറയുന്നത് കൊക്കോ ഡ്രിപ്പ് എന്ന് പറയുന്ന 06 എന്ന ഷെയ്ഡാണ്. കൊള്ളാം കേട്ടോ, നൈസ് സാധനം, ഒരു ശീലം. വാവ്, കൊള്ളാം, നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. കാരണം ആ കുട്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഞാനങ്ങനെ ലിങ്ക് ചോദിച്ച് വാങ്ങിച്ചതാണ്. ഇതിട്ടപ്പോൾ ഇച്ചിരി ഓവറായി പോയെന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ നൈസ്. ഇതിപ്പം എന്താ പറയുക, ഇതിപ്പം ഞാൻ ഭയങ്കര ഡാർക്കായിട്ടായിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് ലൈറ്റായിട്ട് ഇടാം. വേണമെങ്കിൽ ഇതിനെ കൂടെ മിക്സ് ചെയ്തിട്ടിടാം. ലൈക്ക് ഒരു ലിപ് ഗ്ലോസ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ യെസ്, ഇത് ട്രാൻസ്ഫർ ചെയ്യും. ഇത് കണ്ടില്ലേ, ഇത് കയ്യിൽ ഇങ്ങനെ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ബട്ട് കൊള്ളാം കേട്ടോ. യെസ്, നൈസ്, കൊള്ളാമല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പം ഇതാണ് ഇതിൻ്റെ അടിപൊളി ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഈ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് മാച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇത് ആക്ച്വലി ഒരു കറക്റ്റ് ചോക്ലേറ്റ് നമ്മൾ ചുണ്ടേ തേച്ച് എങ്ങനെ ഇരിക്കും, അതാണ് സെയിം സാധനം. ഒരു രസമുള്ള നല്ല മണമുണ്ട്, കടിച്ച് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ ബൈ.